ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് നമുക്ക് ഇഫ്താറിന് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണം, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ചെറിയ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിച്ച് ഉടച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി അങ്ങനെ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഞാനിത് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. റൗണ്ടായിട്ടോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നമുക്ക് ഫിംഗർ ഷേപ്പിലോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ ചെയ്തത് ഫിംഗർ ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. അതിനായി ഞാനിവിടെ പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തതാണ്. ഉരുളൻകിഴങ്ങും അതുപോലെ റവയൊക്കെ വെന്തതാണ്. അപ്പോൾ 2 സൈഡ് നമുക്കൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ക്രിസ്പിയാണ്. സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്. താങ്ക്